എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന അതായത് ഒരു യോക്ക് പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അജ്രക് ക്ലോത്ത് വെച്ചിട്ടുള്ള യോക്ക് പാർട്ട് ചെയ്യുന്നത് ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുർത്തിയിലൊക്കെ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യോക്ക് പാർട്ടിൻ്റെ ഡിസൈനാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഈ മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മോൾക്ക് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പോയി മേടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ നോർമൽ മെറ്റീരിയലിൽ രണ്ട് ഡിഫറെൻറ്റ് കളറിൽ നിങ്ങൾക്കിത് കാണിച്ചു തരികയാണ്. അതായത് ആ പാറ്റേൺ എങ്ങനെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പ് മെറ്റീരിയൽ മേടിച്ചിട്ട് ചെയ്യുക. കാരണം പ്ലെയിൻ ടോപ്പിൽ യോക്ക് പാർട്ടിൽ മാത്രം ഇങ്ങനെയൊരു മെറ്റീരിയൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പ്യുവർ കോട്ടൺ ആണ്, ബ്ലോക്ക് പ്രിൻറ്റഡ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. കുറച്ച് മുമ്പ് നമുക്ക് കലങ്കാരി ട്രെൻഡായിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പാറ്റേൺ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടോപ്പാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ തുണി ഇവിടെ 4 മടക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തുണി 4 മടക്കിയിടുക. എന്നിട്ട് നമുക്കിനി നെക്കും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. ആം ഹോൾ 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ടാണ് ആം ഹോൾ എടുക്കുന്നത്. ഈ 1/2 ഇഞ്ച് ചേർത്തെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓൾറെഡി 1/2 ഇഞ്ച് പോകും. പിന്നെ നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ ചരിച്ചടിക്കുകയും കൂടി ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആം ഹോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് 7 ഉള്ളത് 7.5 ഇഞ്ചാക്കിയിട്ടാണ് എടുക്കുന്നത്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിൻറ്റും കൂടി ചേർത്ത് നമ്മളൊരു എൽ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുക. ഓൾറെഡി നിങ്ങൾക്ക് എത്രയാണോ ചെസ്റ്റ് അളവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അറിയാൻ മതിയാവും. അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 പോയിൻറ്റും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ബിഗ്നേഴ്സാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആം ഹോൾ കുഴിച്ച് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ആം ഹോൾ കുഴിച്ച് വരയ്ക്കുക എന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ 7.5 ഇഞ്ചിൽ ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്ക് ഒരു ലൈൻ 7.5 ഇഞ്ചിൽ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ആ ലൈനിനെ ടാപ്പ് ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ കിട്ടും. അവിടെ നമ്മളൊരു പോയിൻ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ അതായത് ഇത് രണ്ടും കൂടി നമ്മൾ എൽ ഷേപ്പിൽ വരച്ചല്ലോ, ആ എൽ ഷേപ്പിൽ വരച്ച അവിടെ ടാപ്പ് വെച്ചിട്ട് 1.5 ഇഞ്ചിൽ ഒരു ആംഗിളിൽ ഒരു പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നമ്മൾ കൊടുത്ത പോയിൻ്റ് കിട്ടി. പിന്നെ നമ്മൾ 1.5 ഇഞ്ചിൽ ആംഗിളിൽ വരച്ച പോയിൻ്റ് ഉണ്ട്, നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ട്. ഈ 3 പോയിൻറ്റും കൂടി ചേർത്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് ഒരു കർവ് പോലെ വരയ്ക്കുക. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ആം ഹോൾ കിട്ടി. ഇനിയിപ്പം വരച്ച ആം ഹോളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് വരയ്ക്കാം. 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്നുകൂടി കുഴിച്ച് വരച്ചാൽ നമുക്ക് ഫ്രണ്ടിലെ ആം ഹോളും കിട്ടി. അപ്പോൾ നമുക്ക് 2 ആം ഹോൾ ഇവിടെ കിട്ടി. സാധാരണ നമ്മൾ 3 ഇഞ്ചൊക്കെ ഷോൾഡർ വിടുത്ത് കൊടുക്കാറുണ്ട് സാധാരണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബോർഡ് നെക്ക് അല്ലാണ്ട് സാധാരണ ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ നമ്മൾ കൂട്ടി കൊടുക്കണം. കാരണം നമുക്ക് ആ പാറ്റേൺ വരുമ്പോൾ ഇടുങ്ങി പോകാൻ പാടില്ല. കഴുത്തിങ്ങനെ ഇടുങ്ങി കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. കുറച്ച് വൈഡായാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു 3.5 ഇഞ്ച് കൊടുക്കാം. 3.5 മുതൽക്ക് 4 ഇഞ്ച് വരെ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3.25 ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം വൈഡ് ഉണ്ടാവും. 4 ഇഞ്ച് വരെ കൊടുത്താലും തെറ്റില്ല. അപ്പോൾ ഞാൻ ഷോൾഡർ വിടുത്ത് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിലെ ഇറക്കം ഞാൻ കൊടുക്കുന്നത് 5 ഇഞ്ചാണ്. അതായത് ഒത്തിരി ഇറക്കം കൊടുക്കണ്ട, കാരണം ഓൾറെഡി നമ്മൾ വൈഡ് ആക്കുന്നുണ്ട് നെക്ക് വിടുത്ത്. പിന്നെ ഇറക്കം കൂടി നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ അത് ഭംഗി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കത് സേഫ്റ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സാധാരണ കൊടുക്കുന്നതിന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ഇറക്കം കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ സാധാരണ 5.5 ഇഞ്ചാണ് കൊടുക്കാറ്. അപ്പോൾ ഞാൻ ഇവിടെ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ തയ്ക്കാനും കൂടി വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 5.5 ഇഞ്ചാണ് ഫ്രണ്ടിലേക്ക് ഇറക്കം കൊടുക്കുന്നത്. ബാക്കിൽ 4 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി നമ്മളൊരു ബോക്സാക്കി വരച്ചിട്ട് നമ്മൾ സാധാരണ റൗണ്ട് ഷേപ്പിൽ നെക്കാണ് ഇവിടെ വരയ്ക്കുന്നത്. പിന്നെയാണ് നമുക്ക് പാറ്റേൺ വരുന്നത്. ഇപ്പോൾ നമുക്ക് സാധാരണ റൗണ്ട് ഷേപ്പിൽ നെക്ക് വരച്ചാൽ മതി. എന്നിട്ട് നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തും കൂടി വരയ്ക്കാം. താഴോട്ടേക്ക് ഷേപ്പൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഷേപ്പ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിലെ നെക്ക് കട്ട് ചെയ്യാം. പിന്നെ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത ഭാഗം കട്ട് ചെയ്യുക, ബാക്കിലെ ആം ഹോൾ കട്ട് ചെയ്യുക. നമ്മൾ മാർക്ക് ചെയ്ത ഷേപ്പ് അനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഉള്ളിലുള്ള പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യുക, ഫ്രണ്ടിലെ ആം ഹോളും കട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ടിലെ പീസ്. ഇനി ഇതിൽ നിന്നാണ് നമ്മളിനി മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ബ്രസ്റ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഉണ്ടാവും. അതായത് സെൻറ്ററിലൊരു പോയിൻ്റ് ഉണ്ടാവും. ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് 2 ഇഞ്ചെങ്കിലും താഴോട്ടേക്ക് നമ്മൾ ഈ യോക്കിൻ്റെ പീസ് വരണം. കറക്റ്റ് സെൻറ്ററിൽ വരുന്നതിനേക്കാളും 2 ഇഞ്ച് താഴോട്ടേക്ക് നമ്മുടെ യോക്കിൻ്റെ പീസ് വരുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക.
സാധാരണ നമുക്കൊരു 10 ഇഞ്ചിലായിരിക്കും ആ സെൻറ്റർ പോയിൻ്റ് ഉണ്ടാവുക. അത്യാവശ്യം ഒരു സാധാരണ സൈസുള്ള ഒരാൾക്ക് 10 ഇഞ്ചിലായിരിക്കും സെൻറ്റർ പോയിൻ്റ് ഉണ്ടാവുക. അവിടെ നമ്മൾ 2 ഇഞ്ചും കൂടി താഴോട്ടേക്ക് എടുക്കുമ്പോൾ 12 ഇഞ്ച്. ആ 12 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്നൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് അതൊരു റൗണ്ടായിട്ട് ഞാനൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ 1/2 ഇഞ്ച് നമ്മൾ ഓൾറെഡി ഷോൾഡർ തയ്ക്കാൻ പോകും. പിന്നെ 2.5 ഇഞ്ചിലാണ് വന്ന് നിൽക്കുക. അപ്പോൾ അതിനേക്കാളും നല്ലത് ഒരു 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നതാണ്. എന്നിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിൻ്റിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കുക. നമ്മൾ ആ എന്താ പറയുക സ്ക്രീനിൽ കാണുന്ന പോലെ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ഇതേപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക. റാൻഡമായിട്ട് വരയ്ക്കുക. ആദ്യം തിക്കില്ലാണ്ട് വരയ്ക്കുക, എന്നിട്ട് പിന്നെ തിക്കായിട്ട് വരയ്ക്കുക. കറക്റ്റ് നമുക്ക് ഒരു ഓവൽ ഷേപ്പ് പോലെ, അതായത് നമുക്കതിന് എന്താ പറയുക, നമുക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ള റൗണ്ട് നെക്ക് എന്ന് പറയാം. അങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ ഇതേപോലെ വരച്ചിട്ട് നമ്മൾ നിർത്തുക. ഇനി ഇപ്പം നീ വരച്ചിട്ടുള്ളതുപോലെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരച്ച് നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം. പക്ഷേ എനിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് റൗണ്ടാക്കി വരയ്ക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ലൈനിൻ്റെ പുറത്തു കൂടെ ഒന്നുകൂടെ വരച്ചെടുക്കുന്നുണ്ട്. അത് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടാണ് വരച്ചെടുക്കുന്നത്. നമുക്ക് ഷേപ്പ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പേസ്റ്റിംഗ് പേപ്പറിലേക്കൊന്ന് മാർക്ക് ചെയ്യുക, അതായത് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ നമ്മളിപ്പം കൊടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പ്, നിങ്ങൾ ഓൾറെഡി വരച്ചിട്ടുള്ള ആ ഷേപ്പ് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അളവ്, അതായത് ലെങ്ത്തിനേക്കാളും ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക. എനിക്കിവിടെ 9.5 ഇഞ്ചാണ് കിട്ടിയത്. ഞാൻ 10.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് ലെങ്ത്ത്. വിഡ്ത്ത് വന്നിട്ട് 6.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മടക്കിയിടും, അതായത് ടോട്ടൽ വിഡ്ത്ത് 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. മടക്കിയിടുമ്പോൾ 7 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പേസ്റ്റിംഗ് പേപ്പർ ഇതുപോലെ കറക്റ്റ് നിങ്ങൾ മെഷർ ചെയ്തിട്ട് പേസ്റ്റിംഗ് പേപ്പർ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പേസ്റ്റിംഗ് പേപ്പർ വേസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് ഇതേപോലെ മടക്കിയിട്ട് നടു നമ്മളൊന്ന് മാർക്ക് ചെയ്യുകയാണ്. നന്നായിട്ട് നമ്മളൊന്ന് മടക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നടു കിട്ടും. എന്നിട്ട് നമ്മൾ ഇതേപോലെ നല്ല ക്ലോത്തിൽ വെച്ചിട്ട് ഈ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾക്ക് പേസ്റ്റിംഗ് പേപ്പറിൽ വരച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നല്ല ക്ലോത്തിൽ വരച്ചതുകൊണ്ട് ഞാൻ ഇതേ ഷേപ്പ് ഒന്ന് പേസ്റ്റിംഗ് പേപ്പറിലേക്ക് മാർക്ക് ചെയ്യുകയാണ്. മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആ നെക്ക് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. അതെൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ആ നെക്കും കൂടി വരച്ചെടുക്കുക കേട്ടോ. കറക്റ്റ് ഇതുപോലെ മടക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഷേപ്പ് പ്രകാരം നിങ്ങൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെക്ക് മാർക്ക് ചെയ്ത ഭാഗം കൂടി കട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് കട്ട് ചെയ്താലും മതി. കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമ്മൾ ഏത് തുണിയിലാണോ ഇപ്പോൾ നിങ്ങൾ അജ്രക് ക്ലോത്താണ് എടുക്കണമെങ്കിൽ ആ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് നമ്മൾ ഇതിലൊരു എന്താ പറയുക ഒരു പശയുള്ള ഭാഗം ഉണ്ടാവും പേസ്റ്റിംഗ് പേപ്പറിൽ. ആ ഭാഗം വെച്ചിട്ട് ചുളിവില്ലാണ്ട് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ 4 വശവും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്കത് സാധാരണ മെഷീനിൽ ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് അരികു വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല തുണിയിൽ സ്റ്റിച്ച് ചെയ്യാം. നല്ല തുണീൻ്റെ അതായത് നമ്മളെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ തന്നെ മറച്ചൊന്നുമല്ല വെക്കുന്നത്, ഇതിൻ്റെ അതായത് തുണീൻ്റെ മുകളിൽ ഇതിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ആ സെൻറ്ററിൽ തന്നെ ഇത് വരണം. പിന്നെ നമ്മൾ നേരത്തെ 4 ഇഞ്ച് മാർക്ക് ചെയ്തൊരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻറ്റിലും വരുന്ന രീതിയിൽ കറക്റ്റാക്കി വെച്ചതിന് ശേഷം പിൻ കുത്തി കൊടുത്തിട്ട് അരികു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലേസും കൂടി അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ട് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല നെക്ക് ഞാൻ കട്ട് ചെയ്യാൻ മറന്നുപോയിന്ന്, അപ്പോൾ ആ നെക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ആ നെക്കിൻ്റെ ഷേപ്പും കൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി നെക്കൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. എപ്പോഴും ക്രോസ് പീസ് വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ കറക്റ്റ് 1.5 ഇഞ്ച് വിടുത്തുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ഇതേപോലെ നടുമടക്കിയിട്ട് ഞാൻ കറക്റ്റ് നമ്മുടെ അതായത് നെക്കിൻ്റെ ഷേപ്പ് എന്താണോ എന്ന് വെച്ചാൽ ആ ഷേപ്പ് മൊത്തമായിട്ട് അടിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മളിപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്തു, ആ സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മൾ ചെറിയ ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ച് ഉള്ളോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം നമ്മൾ ത്രെഡ് വെച്ച് ചെയ്താൽ പോലും നമുക്ക് ഇത്രയും ചെറിയ പൈപ്പിംഗ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത്രയും കുഞ്ഞു പൈപ്പിംഗാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാനിവിടെ പൈപ്പിംഗ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടിച്ച് വെച്ചിട്ടുള്ള തുണീൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ നെക്ക് ചെയ്തിട്ട് മറിച്ചെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പൈപ്പിംഗ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ചെയ്യേണ്ട.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.